എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ഇറങ്ങി ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. അവക്കാഡോ വെച്ചിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സാലഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ അവക്കാഡോ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി അവക്കാഡോ ആയിരുന്നു. നമ്മുടെ പാപ്പൻ്റെ വീട്ടിലുണ്ടായതാണ്. അവർ വന്നപ്പോൾ കൊണ്ടു തന്നിരുന്നു. ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കേടോ അങ്ങനത്തെ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി അവക്കാഡോ ആയിരുന്നു. അപ്പോൾ നമ്മളതിന് അതിലേക്ക് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ പീസേ ഞാൻ എടുത്തുള്ളൂ. കാരണം ഇഷ്ടപ്പെടുമോ ഇല്ലയോ ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കി നോക്കാമെന്നാണ് വിചാരിച്ചത്. ആദ്യം നമ്മൾ കുറച്ച് സവാളയും പിന്നെ കുറച്ച് തക്കാളിയും കൂടി എടുത്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞതിന് ശേഷം അത് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം ഇതിലേക്ക് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ പച്ചമുളകും പിന്നെ മല്ലിയിലയും കൂടിയാണ് ഇട്ടത്. മല്ലിയിലയും കൂടി ഇട്ടിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ മിക്സിങ് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ആ സവാളയും ആ ടൊമാറ്റോയും കൂടെ പിന്നെ ഇട്ടിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് ഇട്ടുള്ളായിരുന്നു, പക്ഷെ പിന്നെ അത് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാരങ്ങ, ഞാനൊരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അരമുറി വേണ്ടായിരുന്നു, അത്രയും കുറച്ച് പുളി അധികമായിപ്പോയി. അത് മാത്രമേ എനിക്ക് ടേസ്റ്റിലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഉപ്പ് എടുത്തു പറഞ്ഞത്. അതിനുശേഷം കുരുമുളക് പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് എരിവ് കുറച്ചും കൂടി പോരാൻ തോന്നിയപ്പം പച്ചമുളക് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച്, പച്ചമുളക് കടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എരിവ് വരുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചില്ലി സോസ് ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വീറ്റ് ബ്രെഡ് എടുത്തിട്ട് ചുമ്മാ ബട്ടറും നെയ്യും ഒന്നും തേക്കാതെ ചുമ്മാ അടുപ്പിൽ വെച്ച് ചൂടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് നന്നായിട്ട് ക്രിസ്പി ആയി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സാലഡ് അതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ട് ഇതിൽ. അപ്പോൾ ബ്രെഡിലേക്ക് തേച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പിനെസ് ഉള്ളതുകൊണ്ട് നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. മുറിച്ച് നേരെ ഫോൺ തിരിച്ചു വാങ്ങിയിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മേനോട് കഴിക്കാൻ പറഞ്ഞതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് കടിച്ച് നോക്കിയിട്ട് അടിപൊളി എന്ന് പറയുന്നുണ്ട്, പക്ഷെ സംഭവം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് ആ ഫേസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അമ്മ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ്. പിന്നെ ഉറങ്ങിക്കിടന്ന അച്ഛനെയും കൂടെ വിളിച്ചെണീപ്പിച്ച് അതിൻ്റെ ബാക്കി കഷ്ണം അച്ഛനും കൂടെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനും വലിയ തരക്കേടില്ല എന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് കുറച്ച് പുളി അധികമായതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊന്നും